നമ്മൾ ഇന്നലെ മുണ്ടൻകാവ് വിപണിയിൽ ആരംഭിച്ചതുപോലെ തന്നെ നമ്മുടെ സംരംഭകരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്, കൃഷിക്കാരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണ് വിൽക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? കപ്പയുണ്ട്, ഇഞ്ചിയുണ്ട്. വീട്ടിൽ കപ്പയുടെ ഇഞ്ചിയുടെ കൃഷിയൊക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് വന്നാൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. ഫോൺ നമ്പർ കാണാതെ കാശിലുണ്ട്, ഫോൺ നമ്പർ അതിലുണ്ടല്ലോ. കാണാതെ പറയാമോ? 9846797408. എന്തൊക്കെയാണ് വിൽക്കാനുള്ളത്? ആൾക്കാർ വീട്ടിൽ വന്നോളൂ. കാശിലുണ്ട്, കപ്പയുണ്ട്, ഇഞ്ചിയുണ്ട്. ഇഞ്ചിയൊക്കെ തീർന്നു. എന്താ വിൽക്കാനുള്ളത്? നമുക്ക് പാവല്, പാവയ്ക്ക, പയറ് ഇതുപോലുള്ള അത് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കാനുള്ളത്. കാച്ചിൽ നത്തേനെ ബാക്കിയേ കൊടുക്കത്തുള്ളൂ. അത് ശരി. കൊടുക്കത്തില്ല. ചേട്ടൻ്റെ എന്തൊക്കെയാണ് വിൽക്കാനുള്ളത്? നമുക്ക് വാഴക്കൊല, പുളി, ചേമ്പിക്കട, ചക്ക. ഓക്കെ. ചക്ക വീട്ടിൽ വന്നാലും കൊടുക്കാം. ഈ ചേമ്പിന്തട ചെയ്തു കൊടുത്തു. നമ്മുടെ എമീസ് കിച്ചൻ ഇപ്പം ചീരയുടെ കൃഷിയൊക്കെ ഉണ്ടല്ലേ? ചീരയുണ്ട്, പാവലുണ്ട്, പടവലുണ്ട്, പയറുണ്ട്, അതേപോലെ കോവലുണ്ട്, ഓക്കെ, വഴുതനയുണ്ട്, ഒത്തിരി പച്ചക്കറിയുണ്ട്. ഓർഡർ അനുസരിച്ച് പാർട്ടിയൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പെട്ടെന്ന് ഫോൺ നമ്പർ എന്ന് പറഞ്ഞേ. 9747534739. ഞങ്ങളുടെ ആവേശവും ഒക്കെ ആയിട്ടുള്ള രണ്ട് പട്ടാളക്കാരാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും കുറച്ച് വിത്തൊക്കെ എടുത്തിട്ടുണ്ട്, കിളിപ്പിച്ച് അതൊക്കെ വളർത്തി സീഡുമായിട്ട് ഇവിടെ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സുരേഷ് കിമഗിരി എല്ലാ സാധനങ്ങളും ഉണ്ട്, ഇന്നലെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ചേട്ടൻ ഇന്ന് വീട്ടിലെ ഇഞ്ചിയൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചേട്ടാ ഇപ്പോൾ കൃഷിയുള്ളത്? എനിക്ക് വാഴ, ചേന. നമുക്ക് വിൽക്കാനായിട്ടുള്ള പരിപാടിയായിട്ടുള്ള എന്താ? ഒരു 500 കിലോ കാച്ചിലുണ്ട്. 500 കിലോ കാച്ചിലുണ്ട്. ഒരു 200 കിലോളം ഇഞ്ചി വളച്ച് റെഡിയാക്കി വിത്തിഞ്ചിയാണ്. കാച്ചിലും കാച്ചിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ. മുൻകൂട്ടി ഓർഡർ തരുന്നവർക്ക് വിപണി സ്ഥലത്ത് കൊണ്ട് തരാനും സാധിക്കുമല്ലോ അല്ലേ? ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞേക്കാമോ? 8113849428. ഇവരെ കാണുമ്പോൾ വളരെ സന്തോഷം. എത്ര വർഷം കുവൈറ്റിലുണ്ടായിരുന്നു? 40 വർഷം കുവൈറ്റിലുണ്ടായിരുന്നു. ഇവിടെ വന്ന് വിശ്രമ ജീവിതം നയിക്കുന്നവരെ കണ്ട് പഠിക്കണം. പഴയ മർച്ചന്റ് നേവിക്കാരൻ. ഇന്നെന്തൊക്കെയാണ് വിൽക്കാനുള്ളത്? ഇന്ന് നാടൻ മുട്ടയുണ്ട്, മുറുക്കുണ്ട്, മുളകുണ്ടായിരുന്നു, അതെല്ലാം കൊടുത്തു തീർത്തു അല്ലേ? ഇപ്പൊ എത്ര സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്? ഞാൻ 2 സ്ഥലത്ത് കൃഷി ചെയ്യുന്നു. എവിടെയൊക്കെയാണ്? ഒന്ന് പേർശ്ശേരില്, ഒന്ന് നമ്മുടെ വീടിനടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. മുറുക്കൊക്കെ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അല്ലേ? മനോജ്, പയറുണ്ടല്ലേ? വേറെ എന്തൊക്കെ കൃഷികളുള്ളത്? പിന്നെ ഇപ്പം എത്ര സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട് മനോജ്? ഉണ്ട്. ഈ ആൾക്കാർ ഈ മനോജിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പയറൊക്കെ കൊടുക്കാനായിട്ട് പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. നമ്പർ എന്ന് പറഞ്ഞിട്ട് മനോജ്. നമ്പർ 9207102039. ഈ പറഞ്ഞ പയറ്, വെണ്ടയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മനോജിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുക. ചക്ക ആരുടെയാ? ചക്കയുണ്ടൊരു കൊലയുണ്ട് അല്ലേ? ചക്കയുടെ ആൾ പോയി. നമ്മുടെ ഓതറയിലെ പ്രമുഖനായിട്ടുള്ള കർഷകനാണ് അല്ലേ? ചീര, പാവയ്ക്ക, കോവയ്ക്ക എല്ലാം ഉണ്ട്. സാധനമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വിപണി നടക്കുന്നുണ്ട്. ഓക്കെ. മുട്ടയൊക്കെ ഇന്ന് വിൽക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വിപണി സ്ഥിരമായിട്ട് വരാറില്ല, വല്ലപ്പോഴൊക്കെ വരാറുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് വരുന്നവർക്കാണ് എപ്പോഴും ആൾക്കാർക്കെല്ലാം കൃത്യമായിട്ട് തിരിച്ചറിയാം അവരെ. ചേച്ചിയമ്മ ഞങ്ങളുടെ സംരംഭകയാണ്. രസകരമായൊരു കാര്യമുണ്ട്. ഇന്നലെ 2 പാക്കറ്റ് സാധനം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അറിഞ്ഞു ആരെ അടിച്ചുകൊണ്ട് പോയെന്ന്. ചേച്ചിയമ്മ പക്ഷെ അറിഞ്ഞിട്ടില്ല. കുഴപ്പമില്ല, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സംരംഭകർ ഇത്ര ആൾക്കാരാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇനി ഫോൺ നമ്പർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആലാവിപണിയിലെ ശ്രീവിദ്യ എത്തിയിട്ടുണ്ട്. ഇന്നെന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഫോൺ നമ്പർ എല്ലാവർക്കും അറിയാം. ഇപ്പം ഓർഡർ അനുസരിച്ച് പാർട്ടിയൊക്കെ ചെയ്ത് കൊടുക്കും. ബിരിയാണി, പിന്നെ എന്തൊക്കെയാ? ബിരിയാണി, കപ്പ വേവിച്ചത്, അപ്പം, അതിന്റെ കറി. ഓക്കെ. ബിരിയാണി, അച്ചാർ, ബീഫുണ്ട്, മീനുണ്ട്, നാരങ്ങയുണ്ട്, നെല്ലിക്ക, ലോലോലിക്ക, എന്താ വേണമെങ്കിലും ചെയ്ത് കൊടുക്കും. ഓക്കെ. നമ്മുടെ ഗ്രൂപ്പിലെ ആല കേന്ദ്രീകരിച്ചുള്ള സംരംഭകനാണ് സാജു. എല്ലാ പ്രദേശങ്ങളും കീഴടക്കി കഴിഞ്ഞു. ഫോൺ നമ്പർ എന്ന് പറഞ്ഞ വേഗം. 9497357770. അപ്പച്ചൻസ് അല്ലേ? ഓക്കെ. ആല. രഞ്ജിനി, മുട്ടയുണ്ട്, പച്ചക്കറികളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്.
ആവശ്യമുള്ളവർക്ക് സമീപിക്കാം. ചന്ദജയന്തി ഇന്നോ സാധനമൊന്നുമില്ല. ഇതില്ല. ഇവിടെ വിപണി നടക്കുന്ന മണപ്പുറത്തെ കടയിൽ കരിമ്പിൻ ജ്യൂസ് എല്ലാ ദിവസങ്ങളിലും ലഭ്യമാണ്. കരിമ്പിൻ ജ്യൂസിൻ്റെ വില എങ്ങനെയാ പറഞ്ഞു? 100 രൂപ കുപ്പിക്ക്. ഗ്ലാസ് ആണെങ്കിൽ 30 രൂപ. എല്ലാ ദിവസവും ഉണ്ട്. അപകടമല്ലേ മുട്ട അതിനകത്ത് വെക്കുന്നത്?